CPI തയ്യാറായി കഴിഞ്ഞിരിക്കുന്നു. CPIയുടെ പാനൽ വളരെ പ്രതീക്ഷ നൽകുന്ന ഒരു പാനലാണ്. CPI അണികൾക്കും ഇടതുപക്ഷത്തിനും എന്ന കാര്യത്തിൽ സംശയമില്ല. രണ്ട് പ്രധാനപ്പെട്ട ഫാക്ടേഴ്സ് CPI ലിസ്റ്റിൽ ഞാൻ കാണുന്നുണ്ട്. ഒന്ന്, ഒരേ സമയം തന്നെ ഈ പരിചയസമ്പത്തിനെയും ഒപ്പം യുവത്വത്തെയും വളരെ ഫലപ്രദമായ രീതിയിൽ ആ പട്ടികയിൽ ഉൾച്ചേർക്കാൻ സാധിച്ചിട്ടുണ്ട് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ പട്ടികയിൽ ഏറ്റവും പ്രായം കൂടുതലുള്ളത് പന്ന്യൻ രവീന്ദ്രനാണ്. എന്നാൽ പന്ന്യൻ രവീന്ദ്രൻ്റെ പ്രായം അദ്ദേഹത്തിൻ്റെ പ്രവർത്തനത്തെ ബാധിച്ചിട്ടില്ല എന്ന് നമുക്കറിയാം. ഇപ്പോഴും പന്ന്യൻ രവീന്ദ്രൻ വളരെ സജീവമാണ്. അദ്ദേഹത്തിൻ്റെ ഇടപെടലുകളെല്ലാം ശ്രദ്ധിക്കപ്പെടുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ പ്രസംഗ ശൈലിയും അദ്ദേഹം MP ആയിരുന്ന സമയത്തുള്ള അദ്ദേഹത്തിൻ്റെ പ്രവർത്തനവുമെല്ലാം നമ്മുടെ മുന്നിലുള്ള ട്രാക്ക് റെക്കോർഡുമാണ്. ഇതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഒരു പാർട്ടിയുടെ സെക്രട്ടറി, ഒരു മുൻ കേന്ദ്ര സെക്രട്ടേറിയറ്റ് അംഗം ഈ തെരഞ്ഞെടുപ്പിൻ്റെ പട്ടികയിൽ ഉണ്ടാവുന്നു. മറ്റൊരു ദേശീയ നിർവാഹക സമിതി അംഗം ഉണ്ടാവുന്നു. ഒപ്പം VS സുനിൽകുമാറിനെ പോലെ വളരെ ജനകീയനായ ഒരു നേതാവ് മത്സരരംഗത്തേക്ക് വരുന്നു. CA അരുൺകുമാറിന് 41 വയസ്സേ ഉള്ളൂ. 41 വയസ്സാകുമ്പോഴേക്കും അധികം പാർലമെന്ററി തെരഞ്ഞെടുപ്പ് രംഗത്തൊന്നും CA അരുൺകുമാർ നേരത്തെ വന്നിരുന്നില്ല. പക്ഷേ AYFൻ്റെ സമുന്നതനായ ഒരു നേതാവ് എന്ന നിലയിൽ CA അരുൺകുമാർ പ്രാദേശികമായി പരിചയം ഉള്ള ഒരാളാണ്. പക്ഷെ അതുകൊണ്ട് തന്നെയാണ് CA അരുൺകുമാറിൻ്റെ കാര്യത്തിലൊരു സംശയമുണ്ടായത്. കാര്യം മറ്റു 3 നേതാക്കളെയും, ആനി രാജയെയും പന്ന്യൻ രവീന്ദ്രനെയും VS സുനിൽകുമാറിനെയും തട്ടിച്ചു നോക്കുമ്പോൾ CA അരുൺകുമാറിൻ്റെ പോപ്പുലാരിറ്റി, ജനപ്രിയത എന്നുള്ളത് ചിറ്റയം ഗോപകുമാറോ അല്ലെങ്കിൽ വൈക്കത്തു നിന്നുള്ള ആശയോ അല്ലെങ്കിൽ അജിത്തിൻ്റെയോ ഒന്നും അടുത്ത് വരുന്നില്ല എന്നുള്ളതായിരുന്നു അന്ന് സംസ്ഥാന കമ്മിറ്റിയിൽ നടന്ന ഒരു പ്രധാനപ്പെട്ട ചർച്ചയെന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. പക്ഷേ ഒടുവിൽ CA അരുൺകുമാറിന് ആ സീറ്റ് നൽകാൻ തീരുമാനിച്ചത് യുവജനതയ്ക്കുള്ള പ്രാതിനിധ്യം എന്ന രീതിയിൽ കൂടിയാണ് ഞാനത് മനസ്സിലാക്കുന്നു. അതുകൊണ്ട് തന്നെ പരിചയസമ്പന്നത ഒരു ഭാഗത്ത്, മറുഭാഗത്ത് യുവത്വത്തിൻ്റെയും രണ്ടുപേരുടെയും പ്രാതിനിധ്യം, രണ്ടിൻ്റെയും സമതുലിതമായൊരു പ്രാതിനിധ്യം പട്ടികയിൽ കാണാൻ സാധിക്കും. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ തെരഞ്ഞെടുപ്പിൽ CPI മത്സരിക്കുമ്പോൾ 4 മണ്ഡലങ്ങളിലേക്കും ഇറക്കിയിരിക്കുന്ന നേതാക്കളിൽ ഏറ്റവും കൂടുതൽ വിജയസാധ്യതയുള്ള അല്ലെങ്കിൽ വിജയിച്ചു കയറണമെന്ന് ആഗ്രഹിക്കുന്ന 2 മണ്ഡലങ്ങൾ എന്ന് പറയുന്നത്, തിരുവനന്തപുരത്ത് ഇപ്പോൾ പന്ന്യൻ രവീന്ദ്രൻ മത്സരരംഗത്തേക്ക് ചൂടുവെച്ചിട്ടുണ്ട്. പക്ഷേ അവിടെ നമുക്കറിയാവുന്നതുപോലെ NDA സ്ഥാനാർത്ഥി ആരാണ് എന്നതിനെ ആശ്രയിച്ചിരിക്കും ശശി തരൂരുമായിട്ടുള്ള പോരാട്ടം. എന്നാൽ മാവേലിക്കരയിൽ സ്ഥിതി വ്യത്യസ്തമാണ്. മാവേലിക്കരയിൽ ഇപ്പോഴും ഒരു ആൻറ്റി ഇൻകുംബൻസി അവിടുത്തെ സിറ്റിംഗ് MP ആയി കുടിക്കുന്നിൽ സുരേഷിനുണ്ട്. അതെങ്ങനെയാണ് CA അരുൺകുമാർ ടാപ്പ് ചെയ്യുക എന്നതാണ് ഇനി നമ്മുടെ മുന്നിലുള്ള പ്രശ്നം. മറ്റൊരു വളരെ പ്രധാനപ്പെട്ട കോൺസ്റ്റിറ്റ്യുവൻസിയെ ഞാൻ കാണുന്നത് തൃശ്ശൂരാണ്. ഒരുപക്ഷെ ഈ 4 സ്ഥാനാർത്ഥികളിലും ആനി രാജയടക്കം വളരെ പ്രധാനപ്പെട്ട നേതാക്കളാണെങ്കിലും VS സുനിൽകുമാറിൻ്റെ ജനപ്രിയത വളരെ പ്രധാനപ്പെട്ടതാണ്. ഒരു മണ്ഡലത്തെ നമ്മൾ തട്ടിച്ചു നോക്കുമ്പോൾ തൃശ്ശൂർ മണ്ഡലത്തിൽ VS സുനിൽകുമാർ TN പ്രതാപനെ പോലെയും സുരേഷ് ഗോപിയെ പോലെയും ഒത്ത ഒരു എതിരാളിയായി നിൽക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. VS സുനിൽകുമാറിൻ്റെ വരവോടുകൂടി നമ്മുടെ സർവേയിൽ തന്നെ പ്രതിഫലിച്ചിരുന്ന ഇടതുമുന്നണി ഒരു ഇഞ്ചോടിഞ്ചു പോരാട്ടത്തിൽ 3ാം സ്ഥാനത്ത് എന്നതിൽ നിന്ന് ഒരു പക്ഷേ വളരെ കടുത്ത മത്സരത്തിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട്. ഇത് ഞാൻ പറയാനുള്ള കാരണം, തൃശ്ശൂർ മണ്ഡലത്തിൻ്റെ നിയമസഭാ മണ്ഡലങ്ങൾ നോക്കിയാൽ VS സുനിൽകുമാറിന് എപ്പോഴും എഡ്ജ് കൊടുക്കുന്ന 3-4 മണ്ഡലങ്ങളുണ്ട്. അത് അദ്ദേഹം ആദ്യം മത്സരിച്ച് തുടങ്ങിയ ചേർപ്പാണെങ്കിലും അതിപ്പോൾ നാട്ടികയായിട്ട് മാറിയിട്ടുണ്ട്. നാട്ടികയിൽ വളരെ വലിയ ഹോൾഡ് ഉണ്ട് ഈ VS സുനിൽകുമാറിന്. തൃശ്ശൂർ അദ്ദേഹത്തിൻ്റെ സ്വന്തം മണ്ഡലമാണ്. ഇരിങ്ങാലക്കുടയിലും അദ്ദേഹത്തിന്, ഒല്ലൂരിലും അദ്ദേഹത്തിന് സ്വാധീനമുണ്ട്. അദ്ദേഹത്തിന് ഈ കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ, സമുദായ ഭേദമന്യേയുള്ള സുഹൃത്ത് ബന്ധമാണ് VS സുനിൽകുമാർ എന്ന് പറയുന്ന നേതാവിനെ ആ മണ്ഡലത്തിൽ വളരെ ജനപ്രിയനായ ഒരു നേതാവാക്കി നിലനിർത്തുന്നത്. അതുകൊണ്ട് തൃശ്ശൂരുകാർക്കൊരു സുനിലേട്ടനാണ്. അപ്പോൾ VS സുനിൽകുമാറിൻ്റെ സ്ഥാനാർത്ഥിത്വം കടുത്ത മത്സരത്തിന് ഞങ്ങളുണ്ട് എന്ന പ്രതീതിയാണ് നൽകുന്നത്. അതേസമയം CA അരുൺകുമാറിൻ്റെ വരവ് എന്ന് പറയുന്നത് കുടിക്കുന്നിൽ സുരേഷിനെ പോലെ ഒരുപക്ഷെ അടുത്ത തവണ തിരഞ്ഞെടുപ്പിൽ വിജയിച്ചാൽ നരേന്ദ്രമോദിക്ക് സത്യപ്രതിജ്ഞ ചെയ്തു കൊടുക്കേണ്ട പ്രോട്ടൈം സ്പീക്കറായി മാറാൻ സാധ്യതയുള്ളൊരു മുതിർന്ന നേതാവിനെ നേരിടാൻ ഈ തിരഞ്ഞെടുപ്പിലെ ഏറ്റവും പ്രായം കുറഞ്ഞ 3ാമത്തെ സ്ഥാനാർത്ഥി ഇറക്കുന്നു എന്ന ഒരു ക്രെഡിറ്റും CPIക്ക് അവകാശപ്പെട്ടതാണ്. അപ്പോൾ ഈ 2 പ്രധാനപ്പെട്ട ഫാക്ടേഴ്സും തൃശ്ശൂർ മണ്ഡലത്തിലും മാവേലിക്കരയിലും ഗുണകരമാകും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. തിരുവനന്തപുരത്ത് പന്ന്യൻ്റെ വരവോടുകൂടി കഴിഞ്ഞ തവണ C ദിവാകരനായിരുന്നു. താരതമ്യേന ദുർബലമായൊരു പോരാട്ടമാണ് കാഴ്ചവെച്ചത്. പക്ഷേ ഇത്തവണ പന്ന്യൻ രവീന്ദ്രനെ തിരുവനന്തപുരത്തുകാർക്ക് അറിയാം. 2005-ൽ അന്ന് ഒരു പ്രത്യേക സാഹചര്യത്തിൽ, ഈ DIC ഒക്കെ നിൽക്കുന്ന ഒരു പ്രത്യേക സാഹചര്യത്തിൽ കെ കരുണാകരൻ്റെ ആശീർവാദത്തോടു കൂടി തിരുവനന്തപുരത്ത് നിന്നും പാർലമെന്റിലേക്ക് പോയ ആളാണ് പന്ന്യൻ രവീന്ദ്രൻ. ആ ഒരു പന്ന്യൻ രവീന്ദ്രൻ്റെ ഒരു കരിസ്മ ഇപ്പോഴുണ്ടോ എന്ന് ചോദിച്ചാൽ തീർച്ചയായും പന്ന്യൻ രവീന്ദ്രൻ അത്ര വിവാദങ്ങളിൽ ചെന്നുപെടാത്ത സൗമ്യനായ ഒരു നേതാവാണ്. 79ൻ്റെ പ്രായമുണ്ടെങ്കിലും ഉള്ളിൽ യൗവനം സൂക്ഷിക്കുന്ന ഒരു സ്പോർട്സ്മാൻ സ്പിരിറ്റ്, ഒരു ഫുട്ബോൾ പ്ലെയർ കൂടിയാണ് അദ്ദേഹം. അപ്പോൾ അതുകൊണ്ട് തിരുവനന്തപുരം മണ്ഡലത്തിലും CPI ഇറക്കിയിരിക്കുന്നത് മികച്ച കാൻഡിഡേറ്റിനെയാണ്. ആനി രാജയുടെ കാര്യത്തിൽ പറയേണ്ടതില്ല. ആനി രാജ ദേശീയ നിർവാഹക സമിതി അംഗമാണ്. മണിപ്പൂരിൽ ആദ്യ സന്ദർശനം നടത്തിയ വനിത എന്ന ഒരു പ്രധാനപ്പെട്ട ഒരു പ്രത്യേകത കൂടി ആനി രാജയ്ക്കുണ്ട്. അതുകൊണ്ട് വയനാട്ടിൽ ന്യൂനപക്ഷ വോട്ടുകളിൽ തങ്ങളുടെ ഒരു
വോട്ടുറപ്പിക്കാൻ ആനി രാജയ്ക്ക് സാധിക്കും. പക്ഷേ രാഹുൽ ഗാന്ധിയോടാണ് എതിരിടുന്നത് എന്നതുകൊണ്ട് വിജയസാധ്യത ഈ ഘട്ടത്തിൽ നമുക്ക് പറയാനും കഴിയില്ല. അപ്പോൾ ചുരുക്കത്തിൽ 2 മണ്ഡലങ്ങൾ, അതിൽ മാവേലിക്കരയും തൃശ്ശൂരും വളരെ നിർണായകമായ പോരാട്ടം നടക്കുന്ന, വളരെ പ്രതീക്ഷ നൽകുന്ന, CPIക്ക് പ്രതീക്ഷ നൽകുന്ന മണ്ഡലങ്ങളാണ് എന്നാണ് എൻ്റെ അഭിപ്രായം. CPI ഒരുങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. CPI കടുത്ത നല്ല ആത്മവിശ്വാസത്തിലുമാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. Meet the editors.